നമ്മുടെ വരും തലമുറയുടെ ഭാവിക്കായിട്ട് ഈ ലഹരിക്കെതിരെ നമുക്ക് ഒന്നിച്ചു നിന്ന് പോരാടാം. മാവേലിക്കര SHO ബഹുമാനപ്പെട്ട ശ്രീജിത്ത് സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമുക്കറിയാം, ഈ മയക്കുമരുന്നിൻ്റെയും ലഹരി വസ്തുക്കളുടെയും ഉപയോഗം വളരെ കൂടി വരുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ, അതുപോലെയുള്ള സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ക്രൂരകൃത്യങ്ങൾ നടന്നു വരുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ മയക്കുമരുന്നിനെതിരെ, അതിൻ്റെ ഉപയോഗത്തിനെതിരെ, വ്യാപനത്തിനെതിരെ നമുക്ക് പോരേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ഉപയോഗവും വ്യാപനവും നടക്കുന്ന സ്ഥലങ്ങൾ നിങ്ങളെപ്പോലുള്ള യുവാക്കൾക്ക് അല്ലെങ്കിൽ ചെറു തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് എല്ലാം അറിയാവുന്നതാണ്. നിങ്ങൾ തീർച്ചയായും ഈ വിവരങ്ങൾ കൈമാറുക. ഈ വിവരങ്ങൾ കൈമാറുന്നത് വളരെ രഹസ്യമായിരിക്കും. അതിന് നമ്മുടെ സ്കൂൾ കുട്ടികളെയും അധ്യാപകരെയും കോളേജ് അധ്യാപകരെയും യൂണിവേഴ്സിറ്റിയിലുള്ള കുട്ടികളെ, അങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് യോദ്ധാവ് എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ താഴെ പറയുന്ന നമ്പറിൽ എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ആ നമ്പറിൽ അറിയിക്കുക. ഇതൊരിക്കലും ഒരു ഒറ്റിക്കൊടുക്കലോ ഒന്നുമല്ല, നിങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന നന്മയാണെന്ന് മാത്രം കരുതുക. അപ്പോൾ നിങ്ങൾ പറയുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പറുകൾ, നിങ്ങളുടെ വിവരങ്ങളെല്ലാം വളരെ രഹസ്യമായിരിക്കും. ആ ഒരു ഭയം നിങ്ങൾ ഒരിക്കലും വേണ്ട. നിങ്ങൾ അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തിയായിട്ട് മാത്രം കണ്ടാൽ മതിയല്ലോ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, നിങ്ങൾ പോലീസിനെ അവിശ്വസിക്കാതിരിക്കുക. ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പോലീസിനെ നിഷ്ക്രിയമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇതിന് അംബാസഡറായിട്ടുള്ള ആൾക്കാർ അവരാണ് ഇതിന് പിന്നിൽ. ഇത് ഓരോ കമൻറ്റും ഇവിടുന്നതും ഓരോ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നതും അവരാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പോലീസിനെ ഡീഗ്രേഡ് ചെയ്യാതെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ പോലീസിനോടൊപ്പം നിൽക്കുക. ഒറ്റക്കെട്ടായി ഈ വിപത്തിനെതിരെ പോരാടാം.